ഇടിയൻ ചന്തുന്ന് സിനിമയ്ക്ക് പേരിട്ടിട്ട് പടം കണ്ട് ആൾക്കാർ തല്ലുകൊള്ളി ചന്തുന്ന് വിളിച്ച ഒരു ഗംഭീര പടത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇടിയൻ ചന്തുവിൻ്റെ അപ്പൻ്റെ ഒരു മാസ് സീനാണ് പടത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കും മുമ്പ് ഇടിച്ചവന്റെ നെഞ്ചും കൂട് നടത്തേക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചോരക്കളി വേണ്ട. A few moments later. खत्म. बाय बाय टाटा गुड बाय गया. ഈ പടത്തിന്റെ സ്പെഷ്യാലിറ്റി എന്നിട്ടാന്ന് വെച്ചാൽ ഒരു ബിൽഡപ്പ് കൊടുത്ത് മൂപ്പരെ കോമഡി പീസ് ആക്കും. ഇടിയൻ ചന്ദ്രന്റെ മോൻ വലുതാവുമ്പോ ഇടിയൻ ചന്തു. ഈ ബിൽഡപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂപ്പരെ എല്ലാവരും കൂടി ചവിട്ടി കൂട്ടുന്ന സീനാണ് കാണിക്കണത്. വെള്ളത്തിലിട്ട് മുക്കും, എന്നിട്ടൊരു പെങ്കൊച്ച അവനെ രക്ഷിക്കുക. എൻ്റെ പൊന്നു മോനെ, ആരെങ്കിലും അവനെ മെക്കെട്ട് കയറാൻ വന്നാൽ പോലും അവൻ തിരിച്ചു തല്ലില്ല. അതിനവര് തിരിച്ചു നല്ല അറിയണ്ടേ. പിന്നെ നമ്മുടെ കുഞ്ഞ് ഇടിയൻ ചന്തു വലുതായി വലിയ ഇടിയൻ ചന്തു ആയി. പിന്നെ ക്ലാസ്സിലെ പെണ്ണുങ്ങൾ വരെ മൂപ്പരെ തല്ലും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാതൊരു ജില്ല. നമ്മുടെ ഇടിയൻ ചന്തുവിൻ്റെ ക്ലാസ്സിലൊരു ടീച്ചറെ ഒരുത്തൻ തല്ലും. അപ്പോൾ നമ്മുടെ ഇടിയൻ ചന്തു ഇറങ്ങും, എന്നിട്ട് ആ ഗുണ്ടകളുടെ തല്ലും മൊത്തം വാങ്ങും. ഒരു ഗുണ്ട തള്ളുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. നീ തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ഇടിയൻ ചന്തു ഒരു ഗുണ്ടേനെ ഉന്തി ഒരു കിണറ്റിലിടും. പിന്നെ ഒരു മാസ് സീനാ, തിയേറ്ററിൽ ഇരുന്നവർ കൈയടിച്ച് കൈവേന വന്നൊരു സീനാ. ഇവൻ ആ കിണറ്റിക്ക് തള്ളിയിട്ട ഗുണ്ട വന്നിട്ട് ഇവനെ വെട്ടാൻ വരും. അത് കഴിഞ്ഞിട്ട് കോമഡി പീസാണ്. ഇങ്ങനെയൊക്കെ ഇരുന്ന ആരെങ്കിലും വെട്ടോടെ അത് പോട്ടെ, അങ്ങനെ വെട്ടിയിട്ട് അവൻ്റെ അനീതി ചാവും. പിന്നെ ആ ഗുണ്ടകൾ വീണ്ടും ഇവനെ തല്ലാൻ സ്കൂളിലേക്ക് വരും. ഒരു ഗുണ്ട തള്ളുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ക്ലൈമാക്സ് യുദ്ധമാണ്, യുദ്ധത്തോട് യുദ്ധം. എൻ്റെ പൊന്നുമോനെ, എന്തൊക്കെയാണ് കല്ലെടുത്ത് എറിയല്, ബാറ്റ് വെച്ച് തല്ലല്, ബാഹുബലിയിലെ വാറ് പോലെയാണ്. അമ്പയില് എൻ്റെ പൊന്നുമോനെ ഒന്നും പറയണ്ട, അതിലില്ലാത്തതായിട്ടൊന്നും ഇല്ല. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് പരീക്ഷ എഴുതി പിന്നെ പടം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ദേണ്ട കിടക്കണ്. വീണ്ടും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഈ പടത്തിന്. എന്തിനാവോ? ഇടി തുടരും. No, God, please, no!